കൈലാഷ് എവിടെയാണെന്ന് എന്തേലും വിവരം കിട്ടിയോ പാറു? ഞങ്ങള് കൈലാഷ് സാറിനെ കണ്ടുപിടിച്ചു മാഡം. നീ എങ്ങനെയാ അവനെ കണ്ടുപിടിച്ചത്? ഞാനല്ല, പ്രിയൻചേട്ടനാ കണ്ടുപിടിച്ചത്. ഞങ്ങള് കൈലാഷ് സാറിനെ കുറെ തേടി അലഞ്ഞു. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതെ പ്രതീക്ഷ നശിച്ചു നിൽക്കുമ്പോഴാ കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ വിളിച്ച് ബീച്ചിലേക്ക് വരാൻ പറഞ്ഞത്. ഞങ്ങളിപ്പോ അവിടെയാ ഉള്ളത്. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. ദേഷ്യം ഒന്ന് കുറഞ്ഞതുകൊണ്ടായിരിക്കും പ്രിയനെ വിളിച്ചത്. പ്രിയൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേ? നീ പറ്റുമെങ്കിൽ ഫോൺ ഒന്ന് അവന് കൊടുക്കാമോ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. മാഡം കരുതുന്ന പോലെ കൈലാഷ് സാറിന്റെ ദേഷ്യം കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നെപ്പോലും കാണണ്ടെന്ന കൈലാഷ് സാർ പ്രിയൻചേട്ടനോട് പറഞ്ഞത്. ഞാൻ മാറി ഒളിഞ്ഞു നിന്ന അവരെ സംസാരിക്കുന്ന കേട്ടെ. തിരിച്ച് വീട്ടിലേക്ക് പോകാനോ കമ്പനിയിൽ തുടരാനോ ഒന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല. കുറച്ചു നാളത്തേക്ക് ഏതോ ഒരു ലോഡ്ജിൽ താമസിക്കാനാ കൈലാഷ് സാർ ഉദ്ദേശിക്കുന്നത്. ലോഡ്ജിലോ? അവൻ എന്തിനാ ലോഡ്ജിൽ താമസിച്ച് ബുദ്ധിമുട്ടുന്നത്? ഞാൻ ഇപ്പൊ തന്നെ അവന്റെ അച്ഛനെ വിളിച്ച് അവനെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ പറയാം. വേണ്ട മാഡം, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും കൈലാഷ് സാറിന്റെ ദേഷ്യം കൂടുകയുള്ളൂ. പ്രിയൻചേട്ടനെ വിശ്വസിച്ചിട്ടാ കൈലാഷ് സാറ് സഹായം ചോദിച്ചത്. ഇനി ആര് തന്നെ നേരിട്ട് വന്നാലും പ്രിയൻചേട്ടനെ അദ്ദേഹം തെറ്റിദ്ധരിക്കും. കൈലാഷ് സാർ ദേഷ്യത്തില് വേറെ എങ്ങോട്ടെങ്കിലും പോയാ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. എന്ന് വെച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇന്ന് രാത്രി അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ദേഷ്യം കുറച്ച് കുറയും. അപ്പോ പി കെ സാറോ മാഡോ അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതിയല്ലോ. ശരി, നീ അവരുടെ പുറകെ തന്നെ ഉണ്ടാവണം. കൈലാഷ് ഏത് ലോഡ്ജിലാണ് എത്തിയെന്ന് നോക്കി ലൊക്കേഷൻ എനിക്ക് അയച്ചു തരണം. സമയം ഒരുപാട് വൈകി, സൂക്ഷിച്ചു വേണം. ശരി മാഡം. ചേട്ടാ വണ്ടി നിർത്ത്. സാറെന്തിനാ ഇവിടെ വന്നത്? നമുക്ക് പാരീസ് ഹോട്ടലിലോ മറ്റോ റൂം എടുത്താ പോരെ? പ്രിയൻ എന്താ എന്നെ കളിയാക്കാണോ? അവിടുത്തെ റൂം റെന്റ് എത്രയാ? ഒരു 3000 രൂപ ഉണ്ടാവും സാർ. നിനക്കൊരു ബോധമില്ല പ്രിയൻ. എനിക്കൊരു ജോലി എപ്പോ കിട്ടുമെന്ന് അറിയില്ല. കയ്യിലാണെങ്കിൽ 10ന്റെ പൈസ ഇല്ല. അങ്ങനൊരു അവസ്ഥയില് അത്രയും വിലയുള്ള റൂമിൽ ഞാൻ എങ്ങനെ താമസിക്കാനാ? കാശിനെ കുറിച്ചൊന്നും സാറ് ചിന്തിക്കണ്ട, അത് ഞാൻ അടച്ചോളാം. നിനക്ക് മാസം എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മുഴുവൻ ശമ്പളവും എന്റെ ഹോട്ടൽ വാടകയ്ക്ക് മാറ്റിവെക്കേണ്ടി വരും. എനിക്ക് കുറച്ച് റേറ്റ് കുറവുള്ള ഒരു ലോഡ്ജാണ് വേണ്ടത്. സാറ് എത്ര റേറ്റുള്ള ലോഡ്ജാ നോക്കുന്നത്? ഒരു 500 രൂപ വാടക ഉള്ളത് മതി. അല്ല സാർ, ആ റേറ്റിലുള്ള മുറികളൊന്നും കിട്ടില്ല. എന്താ കിട്ടാത്തത്? ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന ചെറിയ ലോഡ്ജുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ലോഡ്ജുകൾ നോക്കാം. അങ്ങനെയുള്ള ലോഡ്ജുകളിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല സർ. മാത്രമല്ല, സാർ എങ്ങനെ ഈ ദിവസക്കൂലിക്ക് പോകുന്നവരുടെ കൂടെ താമസിക്കാൻ? അതിനെന്താ കുഴപ്പം പ്രിയൻ? അവർക്ക് എല്ലാ ദിവസവും ജോലിയെങ്കിലും ഉണ്ട്. എനിക്കതുപോലുമില്ല. ഒരു ജോലി ഇനി വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ നോക്കുമ്പോ അവരെക്കാളും ഒക്കെ വളരെ താഴെയല്ലേ എന്റെ അവസ്ഥ. ഇങ്ങനെ സാർ സ്വയം താഴ്ച സംസാരിക്കരുത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും താമസിക്കേണ്ട ആളല്ല സാറ്. ഇവിടെയൊന്നും ഒരു AC പോലും ഉണ്ടാവില്ല. സൗകര്യങ്ങളൊന്നും വേണ്ട പ്രിയൻ. ഞാനിപ്പോ ഒരു സാധാരണക്കാരനാണ്, മുതലാളിയല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ച് ശീലിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ലോഡ്ജിലേക്ക് പോകാം സർ. അതോ? അതെ സർ. അവിടെ എത്ര റെന്റ്? അവിടെ 750 രൂപയ്ക്ക് റൂം കിട്ടും. പ്രിയൻ എന്നെ പറ്റിക്കാൻ നോക്കണോ? അവിടെ കുറഞ്ഞത് 2000 രൂപയെങ്കിലും വാടക ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സർ പ്ലീസ്, അത്രയെങ്കിലും സൗകര്യമുള്ള സ്ഥലത്തെ സാറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ലോഡ്ജ് മതി. അല്ല, ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് സാറിന് എങ്ങനെ അറിയാം? എൻ്റെ ഒരു കൂട്ടുകാരൻ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലാണ്. അവന്റെ വർക്കേഴ്സിനെയൊക്കെ
സിറ്റിയിലെ ഏറ്റവും വാടക കുറഞ്ഞ ലോഡ്ജിലാണ് താമസിപ്പിക്കാറ്. ഇങ്ങനൊരു ആവശ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്ന് അവൻ അതിന്റെ പേര് പറഞ്ഞത് ഞാൻ ഓർത്തു. ആ പേര് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോ ലൊക്കേഷൻ കിട്ടി. വാ, റൂം എടുക്കാം. സർ, ഇത് തീരെ മോശം സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ആദ്യം നമുക്ക് റൂം നോക്കാം, എന്നിട്ട് കാശ് കൊടുത്താ പോരെ? മതി, വാ. ശരി. ചേട്ടാ, ഹലോ. ആ, ഇവിടെ റൂമുണ്ടോ? സിംഗിൾ റൂം മാത്രമേ ഉള്ളൂ. ആ, അത് മതി. റൂം റെന്റ് എത്രയാ? 750 രൂപ. ആ, ശരി. റൂം ഒന്ന് കാണാൻ പറ്റുമോ? ഓ, അതിനെന്താ, വരൂ. സാർ, വരൂ. വരൂ. ഈ റൂം വൃത്തിയാക്കാറൊന്നുമില്ലേ? ഈ കാശിന് ഇത്രയൊക്കെ വൃത്തിയെ കാണും. സാറിനെ കണ്ട റിച്ച് ലുക്ക് ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയുള്ള ലോക്കൽ സെറ്റപ്പിലൊക്കെ താമസിക്കുന്നത്? 1500 രൂപയ്ക്ക് പുറത്ത് നല്ല അടിപൊളി റൂം കിട്ടും. അതൊന്നും വേണ്ട, എനിക്ക് ഈ റൂം ഓക്കെയാണ്. എന്നാൽ ശരി സാർ, ഞാൻ മാനേജറോട് പറയാം. അഡ്വാൻസ് ആയിട്ട് ഒരു ദിവസത്തെ വാടക കൊടുക്കണം. ശരി. സർ, നമുക്ക് വേറെ ഹോട്ടലിലേക്ക് പോവാം. ഈ റൂമില് എങ്ങനെ താമസിക്കാനാ? നിലം തുടച്ചിട്ടില്ല, പുതപ്പ് മാറ്റിയിട്ടില്ല, നല്ല നാറ്റമുണ്ട്. സാർ ഇവിടെ എങ്ങനെയാ ഉറങ്ങുക? 750 രൂപയ്ക്ക് പിന്നെ സ്വിമ്മിംഗ് പൂൾ AC ഒക്കെ കിട്ടുമോ? എനിക്കിതൊക്കെ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പഠിക്കുന്നത്. പ്രിയൻ എനിക്ക് ഒരേ ഒരു ഉപകാരം ചെയ്താൽ മതി. താഴെ പോയി മാനേജറെ കണ്ട് ആ അഡ്വാൻസ് ഒന്ന് അടയ്ക്കേ. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ ഈ കാശ് തിരിച്ചു തരാം. സർ, കാശൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ സ്വയം കഷ്ടപ്പെടുന്നത് എന്തിനാണ് സർ? സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എന്തിനാ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. പ്രിയൻ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ചെന്ന് ക്യാഷ് അടച്ചിട്ട് വാ. ശരി സർ.